കേരള കോൺഗ്രസ് പാലാ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജനപ്രതിനിധികളായി വിജയിച്ച കേരള കോൺഗ്രസ് അംഗങ്ങളെ ആദരിച്ചുകൊണ്ടാണ് വിജയോത്സവം നടന്നത്. ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ 27 പേർക്ക് സ്വീകരണം നൽകി. കേരള കോൺഗ്രസ് വൈസ് ചെയർമാനായി നിയമിതനായ കുര്യാക്കോസ് പടവനെ ചടങ്ങിൽ ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് കുറവലങ്ങാട് ഡിവിഷനിൽ നിന്ന് വിജയിച്ച ജോസ്മോൻ മുണ്ടയ്ക്കലിനെയും ചടങ്ങിൽ ആദരിച്ചു. നിയോജക മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ നടന്ന സമ്മേളനം കേരള കോൺഗ്രസ് വർക്കിംഗ് ചെയർമാൻ PC തോമസ് എക്സ് MP ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം പ്രസിഡന്റ് ജോർജ് പുളിങ്കാട് അധ്യക്ഷനായിരുന്നു. ഫ്രാൻസിസ് ജോർജ് MP മുഖ്യപ്രഭാഷണം നടത്തി. 47 പേരാണ് പാലാ നിയോജകമണ്ഡലത്തിൽ നമ്മുടെ പാർട്ടിക്ക് വേണ്ടി കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരരംഗത്ത് വന്നത്. അതിൽ 25 പേര് വിജയിച്ചു. പക്ഷേ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എല്ലാവരെയും ഒന്നുപോലെയാണ് കാണുന്നത്. ജയവും പരാജയമൊക്കെ തെരഞ്ഞെടുപ്പിൽ സാധാരണയാണ്. ഞങ്ങളൊക്കെ മത്സരിക്കുകയും ജയിക്കുകയും തോക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പരാജയപ്പെട്ടു എന്നുള്ളത് സങ്കടപ്പെടാനോ ദുഃഖിക്കാനോ അതല്ലെങ്കിൽ നിരാശപ്പെടാനോ ഒന്നുമുള്ള ഒരു കാര്യമല്ല. പരാജയപ്പെടുമ്പോൾ പല കാരണങ്ങൾ കൊണ്ട് പരാജയപ്പെടും. ഒറ്റ കാര്യം മാത്രമേ നമ്മൾ ശ്രദ്ധിക്കാനുള്ളൂ. നമ്മുടെ എന്തെങ്കിലും വ്യക്തിപരമായ കുറവുകൊണ്ട് പരാജയപ്പെടുന്നത് അത് വരാതെ നോക്കുക. വിജയിച്ചു കഴിഞ്ഞ് വീണ്ടും മത്സരിക്കുമ്പോഴാണെങ്കിലും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒരു വാർഡ് എടുത്താൽ അല്ലെങ്കിൽ ഡിവിഷൻ എടുത്താൽ അതിൻ്റെ ഒരു മെക്കാനിസം എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് പോലെയോ നിയമസഭാ തെരഞ്ഞെടുപ്പ് പോലെയോ ഒന്നുമല്ല. അത് വേറെ ചില ഘടകങ്ങളാണ് അതിൽ ജയവും പരാജയവും ഒക്കെ നിശ്ചയിക്കുന്നത്. പൊതുവിലുള്ള ഒരു രാഷ്ട്രീയ ട്രെൻഡുണ്ടാകും. അതിനപ്പുറമുള്ള പല സ്വാധീനങ്ങളും അതിൽ കടന്നു വരും. അപ്പോൾ അതുകൊണ്ടൊന്ന് പരാജയപ്പെട്ടു എന്ന് ഓർത്ത് നമ്മൾ സങ്കടപ്പെടാനോ ദുഃഖിക്കാനോ ഒന്നുമില്ല. വിജയിച്ചവരെ പോലെ തന്നെ മത്സരിച്ച എല്ലാവരും ഇനിയുള്ള നാളുകളിൽ കേരള കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടിയും അതുപോലെ തന്നെ നമ്മുടെ പാർട്ടി ഉൾപ്പെടുന്ന ഐക്യജനാധിപത്യ മുന്നണി പ്രസ്ഥാനത്തിനുണ്ട് ഇനി അങ്ങോട്ട് വിശ്രമമില്ലാതെ നമ്മൾ പ്രവർത്തിക്കേണ്ട സമയമാണ്. മോൻസ് ജോസഫ് MLA ജനപ്രതിനിധികളെ അനുമോദിച്ചു. ജോയി എബ്രഹാം, അപ്പു ജോൺ ജോസഫ്, ജെയ്സൺ ജോസഫ്, സന്തോഷ് കാവുകാട്ട്, തോമസ് ഉഴുന്നാലിൽ, ജെയിംസ് തെക്കേൽ, ജോസഫ് കണ്ടത്തിൽ, ഷിബു പൂവേലി, ജോബി കുറ്റിക്കാട്ട് തുടങ്ങിയവർ പ്രസംഗിച്ചു.